അത് ഇവിടുത്തെ കമ്പ്യൂട്ടർ വിരുദ്ധ സമരമാണ്. എവിടെ പോയി കമ്പ്യൂട്ടർ വിരുദ്ധ സമരക്കാര്? ഇന്ന് അവരുടെയൊക്കെ വീട്ടിലും ഓഫീസിലും കമ്പ്യൂട്ടറുണ്ട്. ഇവിടുത്തെ ചെറുപ്പക്കാര് വഴിയെ നടക്കുക. കർണാടകത്തിലെ കഴിഞ്ഞ കൊല്ലത്തെ കണക്ക് 77,000 കോടി രൂപ അവരുടെ IT എക്സ്പോർട്ട്. കേരളത്തിന്റെ 3,260 കോടി. ആരാ അതിന് സമാധാനം പറയും? 91 വരെ വേദനയോടുകൂടി പറയുകയാണ്. 91 ഞാൻ ധനകാര്യമന്ത്രിയായിരുന്ന സമയത്ത് ഞാൻ വാങ്ങിയ കമ്പ്യൂട്ടറല്ല, ശിവദാസ മേനോൻ വാങ്ങിയ കമ്പ്യൂട്ടർ KFCയിൽ അടിച്ചു തകർത്തു 91. ഇന്നിപ്പോൾ കമ്പ്യൂട്ടർ സമരത്തെക്കുറിച്ച് പറയുന്നവർക്ക് ഒരു മനപ്രയാസ. ഇന്ന് എല്ലാവരും കമ്പ്യൂട്ടറിന്റെ വക്താക്കളാണ്. പക്ഷെ ഇവിടുത്തെ ചെറുപ്പക്കാരുടെ അവകാശം നഷ്ടപ്പെട്ടു. ഇവിടെ ഈ നിലയ്ക്ക് പോയാൽ ഇപ്പം തന്നെ പെൻഷൻ വാങ്ങുന്നവരും ഗവൺമെന്റ് ജീവനക്കാരും തമ്മിൽ 12,000 വ്യത്യാസമേ ഉള്ളൂ. അടുത്ത ഒരു കൊല്ലം കഴിയുമ്പോൾ പെൻഷൻ പറ്റുന്നവരുടെ എണ്ണം ജോലിക്കാരെക്കാൾ കൂടും. നമ്മുടെ പെൻഷൻ ബാധ്യത കടക്കും. 2001, 2002 ഉണ്ടായിരുന്നതിനേക്കാൾ 2011, 2012 4.5 ഇരട്ടി വർദ്ധിച്ചു പെൻഷൻ ബാധ്യത. 10 കൊല്ലം കൊണ്ട് 4.5 ഇരട്ടി. അത് 2040 ആകുമ്പോൾ 8 ലക്ഷത്തിലധികം കോടി രൂപയാണ് നമ്മുടെ പെൻഷൻ ബാധ്യത വരാൻ പോകുന്നത്. 8 ലക്ഷത്തിലധികം കോടി രൂപയുടെ പെൻഷൻ ബാധ്യത. ഇതാര് നിറവേറ്റും? ആര് കൊടുക്കും? ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ ആയിരിക്കും വരാൻ പോകുന്നത്. ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെന്റും മുഴുവൻ സംസ്ഥാന ഗവൺമെന്റുകളും ഇത് അംഗീകരിച്ചിട്ട് നമ്മൾ ഇത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് നാളെ ഇത് ഒരു തകർച്ചയിലേക്ക് വന്നാൽ നമ്മളെല്ലാം അതിന് കുറ്റക്കാരാവില്ലേ? നമ്മളെല്ലാം അതിന് ഉത്തരവാദികളല്ലേ? അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. അതായത് ഇന്നത്തെ തലമുറ സ്വീകരിക്കുന്ന അതിന്റെ പ്രതിഫലം അടുത്ത തലമുറയുടെ മേൽ വെച്ച് കെട്ടുന്നത് ശരിയല്ല. ഇതുവരെ അതാ ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് താങ്ങാൻ പറ്റുന്ന ഒന്നായിരുന്നു ആ ബാധ്യത. ഇനി ഈ പെൻഷൻ ബാധ്യത താങ്ങാൻ പറ്റാത്ത രീതി വരിക. അതുകൊണ്ട് ഇന്നത്തെ സേവനത്തിന് ഇന്ന് തന്നെ കൊടുത്തു തീർക്കുക. ഈ ഗവൺമെന്റ് ഒന്ന് പറഞ്ഞോട്ടെ, ഈ ഗവൺമെന്റ് ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? 25 കൊല്ലം കഴിഞ്ഞേ ഇതിന്റെ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. അതുവരെ 10% വീതം കൊടുത്തോണ്ടിരിക്കണം. ആ അധിക ബാധ്യത ഏറ്റെടുക്കുന്നത് ഭാവിയെക്കുറിച്ച് ഓർത്ത്